നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പെൻഷൻ ലഭിക്കുന്ന പല ആളുകൾക്കും ഇനി പെൻഷൻ ലഭിക്കുകയില്ല. അവരെല്ലാം നേരിട്ട് പഞ്ചായത്തിലെത്തണം. ആരെല്ലാമാണ് പഞ്ചായത്തിൽ നേരിട്ടെത്തി അപ്ഡേറ്റ് നൽകേണ്ടതെന്നതിനെ കുറിച്ചെല്ലാം നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതില്ല. ഗവൺമെന്റിൽ ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. 1600 രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഡിസംബർ മാസത്തെ പെൻഷൻ ക്രിസ്മസിന് മുമ്പായി തന്നെ, അതായത് അടുത്ത തിങ്കളാഴ്ചയോട് കൂടി അവരുടെ ബാങ്കുകളിൽ എത്തും. നേരിട്ട് കൈപ്പറ്റുന്ന ആളുകൾക്ക് ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി തന്നെ മുഴുവൻ ആളുകൾക്കും കൊടുത്തു തീർക്കാനാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ആലോചന. അതിനുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ തലത്തിൽ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ തന്നെ നമ്മുടെ എല്ലാം അക്കൗണ്ടുകളിൽ പൈസ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിൽ പണം എത്തുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അവരിലേക്ക് നോട്ടിഫിക്കേഷൻ മറ്റു കാര്യങ്ങളും വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ്, പല ആളുകൾക്കും ഈ ഒരു 1600 രൂപ ലഭിക്കാൻ സാധ്യതയില്ല. പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുള്ള പല ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണോ പെൻഷൻ തടഞ്ഞതെന്ന് അന്വേഷിക്കാൻ പഞ്ചായത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ സാധിക്കും. പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ തടഞ്ഞു വെച്ചത്. അത് പ്രധാനമായിട്ടും ചില കാരണം പെൻഷൻ മസ്റ്ററിംഗ് ആണ്. ഇതുവരെ പല ആളുകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സർക്കാരിന്റെ പുതിയ മാനദണ്ഡം അനുസരിച്ച് 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീടുണ്ടാവുക, 4 ചക്ര വാഹനം ഉണ്ടാവുക, വീട്ടിൽ സ്വന്തമായി AC-യും മറ്റു സൗകര്യങ്ങളും ഉണ്ടാവുക, അതുപോലെ തന്നെ കുടുംബത്തിന് ഒന്നാകെ 1 ഏക്കർ മേലെ ഭൂമി ഉണ്ടാവുക, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണോ പെൻഷൻ തടഞ്ഞു വെച്ചെന്ന് അറിയാം. പഞ്ചായത്തിലെത്തിയാൽ മതി, അവർക്ക് അറിയാൻ സാധിക്കും. പഞ്ചായത്തിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പെൻഷൻ പോർട്ടൽ വഴിയും അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് തടഞ്ഞതെന്ന് അറിഞ്ഞതിന് ശേഷം അതിന് നമുക്ക് അപ്ഡേറ്റ് കൊടുക്കാം. അപ്പോൾ അവർ വീണ്ടും ഇക്കാര്യങ്ങൾ അന്വേഷിക്കുകയും അന്വേഷണത്തിൽ അവർ ചെയ്ത് തെറ്റാണെങ്കിൽ, പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റാണെങ്കിൽ അവർ പെൻഷൻ പുനഃസ്ഥാപിക്കുകയും അല്ലെങ്കിൽ പെൻഷൻ എന്നേക്കുമായി റദ്ദ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പെൻഷൻ റദ്ദ് ചെയ്യുകയാണെങ്കിൽ 18% വരെ പലിശയോട് കൂടി തന്നെ ആ പെൻഷൻ പണം അവർ തിരിച്ചു പിടിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങളെല്ലാം അറിയാൻ സാധിക്കും. പല ആളുകളും അനധികൃതമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നതാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഗവൺമെന്റ് ജോലിയുള്ള ആളുകൾ പോലും പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളും പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളിലെല്ലാം പലിശയോട് കൂടി തന്നെ അവർ ഇതുവരെ കൈപ്പറ്റിയ തുക തിരിച്ചു പിടിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. നമുക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.